നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരിൽ അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളുടെ ആൾക്കാരിൽ ഏറ്റവും അധികം മാറ്റമുണ്ടായി കണ്ടത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. എന്നും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BJP-യിലേക്ക് എത്തിയപ്പോൾ അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോഴും BJP-യെ കണക്കറ്റ് പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മകളുടെ കല്യാണത്തിലടക്കം, തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണത്തിലടക്കം മോദിയെ ഡൽഹിയിലേക്ക് പോയി അവിടെ നടത്തിയ റിസപ്ഷനിൽ മോദി എത്തുകയും ഒക്കെ ചെയ്തു. അത് വലിയ രീതിയിൽ ഫോട്ടോയൊക്കെയായി പ്രചരിപ്പിച്ചു. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രകടമായ മാറ്റം നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു ആ മാറ്റത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി വെള്ളാപ്പള്ളി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വന്നു. RSSനെ കുറിച്ച് വലിയ വായിൽ വർത്തമാനമൊക്കെ പറഞ്ഞു. ഇത്രയും കാലം RSSനെ കുറിച്ച് അറിയാതെ പോയി, RSSന്റെ അച്ചടക്കത്തെക്കുറിച്ച്, RSSനെ കുറിച്ച് ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയുടെ പ്രസ്താവനയൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംഘികൾ, പാവങ്ങൾ അതൊക്കെ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. എന്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും കൂടുതൽ ബലം പിടിച്ചതും SNDP യോഗത്തെ അതിനുവേണ്ടി സജ്ജമാക്കുകയും വോട്ട് ചെയ്യാൻ സജ്ജമാക്കുകയും ഒക്കെ ചെയ്തത് തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്രമന്ത്രിപദം കിട്ടണം എന്ന ആ തോന്നലിൽ തന്നെയാണ്. കേന്ദ്രമന്ത്രിപദം വേണം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു, കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തുഷാർ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ അടുത്ത ഓപ്ഷനായി അവർ മുന്നോട്ട് വെച്ചത് ശോഭാ സുരേന്ദ്രനെ ആയിരുന്നു. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിപദം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും കേന്ദ്രമന്ത്രിപദത്തിലേക്ക് അവരോധിതരായി എന്ന് സ്വയം പറയുകയും മാധ്യമങ്ങളിലൂടെ വാർത്ത വരികയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വിശ്വസിച്ച് അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രിയാക്കിയില്ലെങ്കിൽ ജയസാധ്യതയുണ്ടായിരുന്ന അത്രയധികം വോട്ടുകൾ പിടിച്ച ആ വോട്ടുകൾ പിടിക്കാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ആലപ്പുഴയിൽ SNDP നടത്തിയ തേരോട്ടം, ആ SNDP വോട്ടുകൾ ശോഭയ്ക്ക് വളരെ ഗുണകരമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ AM ആരിഫിന് ഗുണമായ വോട്ടുകൾ ഇത്തവണ ശോഭാ സുരേന്ദ്രന് ലഭ്യമായത് ഈ ഒരു കേന്ദ്രമന്ത്രിപദ ഫോർമുല കൊണ്ടാണ്. തുഷാർ വെള്ളാപ്പള്ളിക്കായിരുന്നു ആദ്യ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം സീറ്റ് വേണമെന്നും SNDPക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള കോട്ടയം സീറ്റിൽ വോട്ട് നേടി അവിടെ എങ്ങനെയെങ്കിലും വിജയസാധ്യത ഉറപ്പിച്ച് വിജയം കൊയ്ത് കേന്ദ്രമന്ത്രിയാവുക, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് തങ്ങളുടെ നോമിനി എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രൻ എന്ന പേര് മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഏതായാലും ഇതൊന്നും കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാനുള്ള സാധ്യതയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊന്നും അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അടക്കം മന്ത്രിസഭയിലേക്ക് ഇടം പിടിക്കാഞ്ഞത്. മറ്റ് നിരവധി പേർ കാലാകാലങ്ങളായി പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ച് പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടിയെ ഒരു കാലത്തും പ്രതിരോധത്തിലാക്കാത്ത നിരവധി ആൾക്കാർ ഈ പാർട്ടിയിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോക്കിയാൽ പോലും ശോഭാ സുരേന്ദ്രനേക്കാളും പോലും സീനിയറായ, ഇന്ന് വരെ പാർട്ടിക്ക് ഒരു പ്രതിരോധവും സൃഷ്ടിക്കാത്ത, വളരെ ഷാർപ്പായി പൊളിറ്റിക്സ് പറയുന്ന, വളരെ ഷാർപ്പായി സംഘടനാ കാര്യങ്ങളെ നോക്കുന്ന, സംഘടനയെ ഒരിക്കലും പ്രതിരോധത്തിലാക്കാത്ത ചില നേതാക്കന്മാർ കേരളത്തിൽ ഇന്നും പാർട്ടിയിലുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് പദം എനിക്ക് വേണമെന്നും ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചില വ്യാപകമായ പ്രചരണം ഉണ്ടാക്കുന്നത്. പിന്നെ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായി. ശോഭാ സുരേന്ദ്രനെ വാരണാസിയിലേക്ക് പോയി, വാരണാസിയിൽ ചെന്ന് ഇളക്കിമറിച്ചു, മോദി വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി പ്രചരണം നടത്തേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തനിക്ക് വാരണാസി വേണമെന്ന് ശോഭാ സുരേന്ദ്രൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ വാരണാസിയിലേക്ക് വിടുകയുമായിരുന്നു. അതിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ വാരണാസിയിൽ പോയി പ്രസംഗിക്കുമ്പോൾ മോദി കേൾക്കും, അല്ലെങ്കിൽ മോദി അത് ശ്രദ്ധിക്കുമെന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ. എല്ലാവർക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ. അത്തരത്തിലുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുമപ്പുറം പിന്നീട് വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ശോഭാ സുരേന്ദ്രനെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ചു, പ്രധാന പദവി ലഭിച്ചേക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യപ്രതിജ്ഞാ സമയത്ത് ശോഭാ സുരേന്ദ്രനെ എന്നല്ല, കേരളത്തിലെ എല്ലാ സംസ്ഥാന ഭാരവാഹികളെയും എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും ചാർജ് ഉണ്ടായിരുന്ന, അതായത് തെരഞ്ഞെടുപ്പിൽ ഓരോ നിയോജക മണ്ഡലങ്ങളുടെയും ചാർജ് ഉണ്ടായിരുന്ന, പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളുടെ ചാർജ് ഉണ്ടായിരുന്ന ആൾക്കാരെയും സഹ ചാർജ് ഉണ്ടായിരുന്നവർക്കുമൊക്കെ അവിടെ ഓഫീസിൽ നിന്ന് കത്ത് വന്നിരുന്നു. അവർക്കെല്ലാം കത്ത് വരികയും അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവിടേക്ക് പോയി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണുകയും ചെയ്താണ് പലരും തിരിച്ചു വന്നത്.
അത്തരത്തിലുള്ളൊരു ഇൻവിറ്റേഷൻ അപ്പുറത്തേക്ക് ഒന്നും തന്നെ ശോഭാ സുരേന്ദ്രനും കിട്ടിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല മാധ്യമങ്ങളെയും നേരിട്ട് വിളിച്ച് ചില മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിൽ വാർത്ത സൃഷ്ടിക്കാൻ ചില നേതാക്കൾ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരമായ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് പലപ്പോഴും എനിക്ക് പാർട്ടിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കരഞ്ഞു വിളിക്കുകയും മാധ്യമപ്രവർത്തകരെ കൊണ്ട് തനിക്ക് അനുകൂലമായി വാർത്തയേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിലരെയെങ്കിലും നമുക്ക് കാണാം. പക്ഷേ ഇത്തരം കരഞ്ഞിൽ വിളിച്ചിലുകൊണ്ടോ ഇത്തരം വാർത്ത ചെയ്യലുകൊണ്ടോ നെഗറ്റീവ് ഇമേജാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് പാർട്ടിയുടെ ദേശീയ തലത്തിൽ ഇത്തരം നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നതെന്ന് നേതാക്കന്മാർ ഇനിയെങ്കിലും ഓർത്താൽ അവർക്ക് അത്രയും നല്ലത്. ഏതായാലും കേന്ദ്രമന്ത്രി സ്ഥാനത്തിനായാണ് വെള്ളാപ്പള്ളി ഇത്തരം കളികൾ കളിച്ചതും വെള്ളാപ്പള്ളി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അല്പം മയപ്പെട്ടു നിന്നതെന്നും വ്യക്തമാകുന്നു. മകന് കേന്ദ്രമന്ത്രി സ്ഥാനം, അതായത് കരുണാകരൻ മകനെ ഒരു കാലത്ത് അവരോധിക്കാൻ നടന്നതുപോലെ തൻ്റെ മകനെ എവിടെയെങ്കിലും അവരോധിക്കാൻ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തലത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരാഞ്ഞുകൊണ്ട് നടക്കുകയാണ് വെള്ളാപ്പള്ളി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും കേന്ദ്രത്തിൽ BJPയോടൊപ്പം നിൽക്കാൻ മകനെ വിടുകയും ചെയ്തതെന്ന് വ്യക്തമാകുന്നു. ഏതായാലും വെള്ളാപ്പള്ളിയുടെ കേന്ദ്രമന്ത്രി പദത്തിനുള്ള 2 ഫോർമുലകളും BJP തള്ളിയെറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രചരണമുണ്ടായെങ്കിലും ഒന്നും തന്നെ സംഭവിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പുറത്ത് ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ വന്നാൽ ജോർജ് കുര്യൻ വളരെ ചെറുപ്പകാലം മുതൽ, അതായത് ആ ക്രിസ്തീയ മതവിഭാഗത്തിൽ നിന്ന് ഒരാൾ ഈ പാർട്ടിയിലേക്ക് വരാതിരുന്ന കാലഘട്ടത്തിൽ പാർട്ടിയിലേക്ക് വരികയും ഉറച്ചു നിൽക്കുകയും പാർട്ടിയെ ഒരിക്കലും പ്രതിരോധത്തിലാക്കുകയും ചെയ്യാത്ത അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ജോർജ് കുര്യനെ അവർ മുമ്പോട്ട് വെച്ചത്. അത് മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു ഫോർമുല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്ന മറ്റൊരു ഫോർമുല, SNDPയുടെ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ BJPക്ക് ഇവിടെ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെയും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റും ഈഴവനാണ്. അതിനു മുമ്പ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ഒക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്ന SNDP വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകേണ്ടത്, കേരളത്തിൽ നിന്നുണ്ടാകേണ്ടത് ഒരു ജാതി സമവാക്യത്തിൻ്റെ ഭാഗമായി ജോർജ് കുര്യനാണ്. അതുകൊണ്ട് തന്നെയാണ് NSSന്റെ പ്രതിനിധിയായി ഇപ്പോൾ NSSന്റെ പ്രതിനിധി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും NSSകാർക്ക് ആശ്വസിക്കാൻ വകയുള്ള സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ഇവിടെ നിന്നും നമ്മുടെ ജോർജ് കുര്യനെയും ക്രിസ്തീയ മതവിഭാഗങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള ജാതി സമവാക്യങ്ങൾ നിലനിൽക്കുന്നിടത്ത് ജോർജ് കുര്യനെ കൂടി മന്ത്രിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്, ഇനി അടുത്ത കാലത്തൊന്നും ശോഭാ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്താനോ ഒന്നുമുള്ളൊരു സാധ്യതയും മുന്നിൽ കാണുന്നുമില്ല.